തുടക്കത്തിൽ ബഹുമാനനായ ശ്രീ ജെ.ആർ. പത്മകുമാർ പാകിസ്ഥാൻ കൂടി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ദയവായിട്ട് ഈ വിദ്വേഷത്തിന്റെ പ്രചരണം ഒഴിവാക്കണം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പാകിസ്ഥാനിൽ പോകണം. മുമ്പ് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇവിടുത്തെ ഒരു സംവിധായകനോട് പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ ശക്തമായിട്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ പതാക വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയേണ്ട കാര്യം എന്താ? അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നവരാണോ? അവർ പാകിസ്ഥാന് വേണ്ടി വാദം ഉന്നയിക്കുന്നവരാണോ? അല്ല. ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. അത് ജനവിരുദ്ധമാണ്. പക്ഷേ അവരെ പാകിസ്ഥാൻകാരായിട്ട് ചിത്രീകരിച്ചാൽ, അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് രാഷ്ട്രീയത്തിലെ ഒരു തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് എന്താ സാമ്യം പറയുമ്പോൾ ലോകത്തെ എത്ര രാജ്യങ്ങളുടെ കൊടിയിൽ പച്ചയുണ്ട്? ഇന്ത്യയുടെ പതാകയിൽ പച്ചയില്ലേ? നിങ്ങൾക്ക് എന്താ അത് തോന്നാഞ്ഞത്? സാംബിയയുടെ പതാകയിൽ, ദക്ഷിണാഫ്രിക്കയുടെ പതാകയിൽ, ബ്രസീലിന്റെ പതാകയിൽ, മൗററ്റാനിയയുടെ പതാകയിൽ, ലോകത്തിലെ എത്ര രാജ്യത്തിന്റെ പതാകയിൽ പച്ചയുണ്ട്? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്വേഷം പരത്താനാണ്, ഒരു കപട ദേശീയത ഉയർത്തിപ്പിടിക്കാനാണ്. നിങ്ങൾ ജനങ്ങളെ മതഭ്രാന്തരാക്കുന്നതോടൊപ്പം കപട ദേശീയത പകർന്നു കൊടുത്ത് ദേശഭ്രാന്തന്മാരും കൂടിയാക്കുകയാണ് ചെയ്യുന്നത്.